ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ അരിയും ഉഴുന്നും പിന്നെ അരിപ്പൊടിൻ്റെ അതുപോലെ തന്നെ അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്കകത്ത് നമ്മൾ അരി കുതിർത്തും വെക്കുന്നില്ല, അതുപോലെ തന്നെ പുളിക്കാൻ വേണ്ടിയിട്ട് മാവ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് കലക്കിയങ്ങ് ചുടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിക്കോളും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് 1 കപ്പ് റവ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് കയ്യിലില്ലാത്തവർക്ക് വീട്ടിലുള്ള സാധാ ഗ്ലാസ് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ തൈര് ഇട്ട് കൊടുക്കുക. പുളി കുറഞ്ഞിട്ടുള്ള തൈര് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പുളി വേണമല്ലോ, അതുകൊണ്ടാണ് നമ്മളിവിടെ തൈര് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പുളി ആവാനും പാടില്ല. അപ്പോൾ പുളി കുറഞ്ഞിട്ടുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. റവൻ്റെ അതേ അളവിൽ തന്നെ തൈര് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതാ അടുത്ത കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗോതമ്പ് ദോശക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഉപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഈ ഒരു ടൈമിൽ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ആദ്യം തന്നെ 1 കപ്പ് വെള്ളം മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ബാറ്റർ അങ്ങ് ഒരുപാട് അങ്ങ് ലൂസായി പോകും കേട്ടോ. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളെ സാധാ ഗീ റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ആട്ടോ. അതായത് ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു സാധാ ഗീ റോസ്റ്റിൻ്റെ പരുവാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മളിതിൽ റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് തരികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ, നമ്മൾ മാവ് ഇവിടെ പൊന്താൻ വയ്ക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ഗീ റോസ്റ്റിൻ്റെ ടെക്സ്ചറും ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മാവ് പാനിലേക്ക് ഒഴിക്കുമ്പോൾ കറക്റ്റ് ഹോൾസൊക്കെ വരിക. അപ്പോൾ ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ താല്പര്യം ഇല്ലാത്തവർക്ക് ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നേരിട്ടങ്ങ് ചുട്ടാൽ മതി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇതുപോലെ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഒരു 5 to 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മളിതിൽ റവയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ റവയൊക്കെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ഒന്നും കൂടി മാവൊന്ന് ടൈറ്റായി വന്നോളും, ഒന്നുകൂടി കറക്റ്റ് ടെക്സ്ചറായി വന്നോളും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇതിനുള്ള ചട്നി ഉണ്ടാക്കാൻ നിന്നാൽ മതി. ഇനിയിപ്പോൾ ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും പ്രശ്നമില്ല, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു 5 to 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരിട്ടങ്ങ് ചുട്ടെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ദോശ ചുടാനുള്ള പാനൊന്ന് ചൂടാക്കിയെടുക്കുക. ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണേ. എന്നാൽ മാത്രമുള്ള ആ ഒരു പാനിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം മാവ് ഒഴിക്കുമ്പോൾ ഒരിക്കലും പാന് ഒരുപാടങ്ങ് ചൂടാകാൻ പാടില്ല, ഒരു ചെറിയ ചൂടിലായിരിക്കണം. എന്നാൽ മാത്രമുള്ളൂ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മളെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുക. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഏകദേശം ഒന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നെയ്യ് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് വേണമല്ലോ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നെയ്യ് ഒന്ന് തടവി കൊടുക്കുക.
പിന്നെ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അതായത് വെരി ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കളർ ഇതുപോലെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരും. നല്ല ബ്രൗൺ ഷെയ്ഡ് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പിയും നല്ല ബ്രൗൺ ഷെയ്ഡും നമ്മൾ സാധാ ഗീ റോസ്റ്റിൻ്റെ അതേ ടെക്സ്ചർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അതേ ടേസ്റ്റുമാണ്. ആർക്കും മനസ്സിലാവില്ല ഇത് റവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അത്രയും പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള രീതിയിൽ താല്പര്യമില്ലെങ്കിൽ, അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ താല്പര്യമില്ല എന്നാണെങ്കിൽ ഈ കാണുന്ന രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതായത് മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. വല്ലാതെ അങ്ങ് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ ഒരുപാട് ഹോൾസൊക്കെ വന്ന് തുടങ്ങും. അങ്ങനെ നമുക്ക് അപ്പത്തിൻ്റെ രീതിയിൽ അടച്ചു വെച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്കും എന്താ നല്ല കറക്റ്റായിട്ട് തന്നെ അപ്പം വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഹോൾസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയും ചുട്ടെടുക്കട്ടോ. പിന്നെ ഈ ഒരു ഗീ റോസ്റ്റിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ഒരുവിധം എല്ലാ ചട്നിയും നല്ല മാച്ചാണ്. അതുപോലെ തന്നെ സാമ്പാർ ഒക്കെ നല്ല പെർഫെക്റ്റ് മാച്ചാട്ടോ. അങ്ങനെ എല്ലാം കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വീട്ടിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ മാത്രം മതിയല്ലോ, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ അരി കുതിർക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ദോശയാണ്. പിന്നെ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കിട്ടിക്കോളല്ലോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാറ്റ് ബൈ.